ദില്ലിയിലും ബി.ജെ.പിയുടെ ഓപ്പറേഷൻ താമര. 7 AAP MLA-മാർക്ക് ബി.ജെ.പി 25 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന അരവിന്ദ് കെജ്രിവാൾ. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട AAP സർക്കാരിനെ താഴെയിറക്കാൻ ബി.ജെ.പി ശ്രമിക്കുകയാണെന്നും കെജ്രിവാൾ ആരോപിച്ചു. ബീഹാറിൽ നിതീഷ് കുമാറിനെയും JDU-വിനെയും NDA-യിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി തുടരുന്നതിനിടെയാണ് ദില്ലിയിലും ഓപ്പറേഷൻ താമര. ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയാണ് ആരോപണം ഉന്നയിച്ചത്. AAP-യുടെ 7 MLA-മാർക്ക് ബി.ജെ.പി 25 കോടി വീതം വാഗ്ദാനം ചെയ്തുവെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. ബി.ജെ.പി നേതാക്കൾ MLA-മാരെ വിളിച്ച ഫോൺ സംഭാഷണങ്ങൾ ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ 21 MLA-മാരെയാണ് ബി.ജെ.പി ബന്ധപ്പെട്ടത്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട AAP സർക്കാരിനെ താഴെയിറക്കാൻ ബി.ജെ.പി ശ്രമിക്കുകയാണെന്നും കെജ്രിവാൾ ആരോപിച്ചു. ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായും സർക്കാരിനെ താഴെയിറക്കിയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്നും ദില്ലി വിദ്യാഭ്യാസ മന്ത്രി അതിഷി ആരോപിച്ചു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടാത്ത സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി അധികാരത്തിൽ വരാൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ് ഓപ്പറേഷൻ താമര. മുൻപ് മഹാരാഷ്ട്ര, ഗോവ, കർണാടക, അരുണാചൽ പ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ജനാധിപത്യ വിരുദ്ധമായി ബി.ജെ.പി സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നും മുന്നണികളെ അടർത്തിമാറ്റാൻ ഓപ്പറേഷൻ താമര ശക്തിപ്പെടുത്തുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. കൈരളി ന്യൂസ്, ദില്ലി.